വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ആ അതങ്ങനെ ചെയ്യാം സാറേ. അത് പിന്നെ പറയണോ? നല്ല ഫസ്റ്റ് ക്ലാസ് വണ്ടിയല്ലേ സാറേ. പുള്ളി ആ വണ്ടിയെ അന്നം പുന്നാരമായിട്ട് നോക്കിയിരുന്ന വണ്ടിയല്ലേ അത്. ആ വണ്ടി സാറിന് കിട്ടുകയാണെങ്കിൽ അത് സാറിൻ്റെ ഭാഗ്യമാണ്. ആ ആയിക്കോട്ടെ സാർ. അല്ല നമ്മൾ നീയല്ലെന്ന് പറയണം ഈ ആഴ്ച തന്നെ. ആ സ്ഥലത്തിൻ്റെ സാറ് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് പോവാം. ആ ശരി സാറേ. ഓ ഓക്കെ സാർ. ആ പിന്നെ എന്തൊക്കെയുണ്ടാ? വലിയ കുഴപ്പമില്ലാണ്ട് പോണ്ട. ആ മാഡം നല്ല ഫസ്റ്റ് ക്ലാസ് വണ്ടിയാണ് മാഡം. ആ ജുപ്പിറ്റർ മാഡം 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. മോൾക്ക് ഇത് കോളേജിൽ കൊണ്ടുപോകാൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. ആ ഇന്നാ ഞാൻ ദേ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കഴിഞ്ഞു. ആ ഓക്കെ. ഓ എടാ ജോർജ്, നീ ഭയങ്കര തിരക്കിലാണല്ലോടാ. ഓ ചെറുതായിട്ടൊക്കെ അങ്ങനെ. എടാ പിന്നെ ജീവിക്കണ്ടടാ. അല്ല നീ ഇപ്പോഴും ആ പഴയ പ്ലംബിംഗ് വർക്കാണ്? അതെ. ഓഹ് ഇതൊക്കെ കൊണ്ട് എങ്ങനെ ജീവിക്കൂടാ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ നിന്നെ പോലെ ഇങ്ങനെയുള്ള ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ ചെയ്യാൻ പറ്റാത്തത്? അല്പം ബുദ്ധി പിന്നെ കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ആരുടെ കാര്യത്തിലും ഇടപെടാം. പിന്നെ സ്ഥലം വിൽക്കണോ വണ്ടി വിൽക്കണോ? എടാ ലെക്കുണ്ടെങ്കിലേ ഹെലികോപ്റ്റർ വരെ ഇടനിലക്കാരനായിട്ട് നിന്ന് കച്ചവടം നടത്താം. എടാ നീ ട്രൈ ചെയ്ത് നോക്ക്. എടാ നിനക്കതിനുള്ള സ്കില്ലുണ്ടാ. വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. സങ്കീർത്തനങ്ങൾ 75-ാം അധ്യായം 4-7 വാക്യങ്ങൾ. അല്ല നീ ഇവിടെ? അല്ല ഞാനിവിടെ ഈ ഫ്ലാറ്റിലെ ഒരു സാറിൻ്റെ ലാൻഡിൻ്റെ കുറച്ച് കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിയുടെ കാറിന് വന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഓട്ടോന് പോകണം. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നിന്നെ കണ്ടത്. എനിക്കിവിടെ ഫ്ലാറ്റിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്ത്? പ്ലംബിങ്ങിൻ്റെ പണി? എടാ നീ അത് വിടറാ. പ്ലംബിങ് എടാ നീ ഇങ്ങനെയുള്ള പരിപാടി വല്ലതും നോക്ക്. നീ വന്നേ വാ. ആ പീറ്ററേ, നിന്ന് പണിക്ക് പോയില്ലടാ? ഏയ് പണിയൊക്കെ കുറവാടാ. മാത്രമല്ല വല്ലാത്ത ശരീരം വേദനയുണ്ട് 2 ദിവസമായിട്ടേ. അതെന്താണ് നീ ചിരിക്കണത്? അല്ല ഇടയ്ക്ക് എനിക്കും വരാറുണ്ട് ഈ മടിയേ. അല്ല ശരീരം വേദന. ഓഹോ, അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ. എന്താടാ നീ എന്നെ കളിയാക്കിയതല്ലേ? ഇതാണ് ചില സമയത്തെ നമ്മൾ കാര്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. എൻ്റെ പീറ്ററേ, ഇത്ര ഉഷാറായിട്ട് നടന്നു വരുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ ശരീരം വേദനയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവാണ്? അല്ല അങ്ങനെ തീരെ ആവശ്യമൊന്നുമല്ല. എന്നാലും പഴയ പോലെ അങ്ങ് പറ്റുന്നില്ല. പിന്നെ ബുദ്ധി ഉണ്ടെങ്കിലേ പണിക്ക് പോയില്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കും. അതെങ്ങനെ? ഇപ്പം അല്പസ്വല്പം ബ്രോക്കർ പണിയൊക്കെ ഉണ്ടേ. കല്യാണ ബ്രോക്കർ വല്ലാണോ? ബ്രോക്കർന്ന് കേട്ടാ നീ അത് മാത്രമേ കേട്ടിട്ടുള്ളോ? എടാ അതൊന്നുമല്ല, സ്ഥല കച്ചവടം, വണ്ടി കച്ചവടം. അല്ല അതിനിപ്പോ നിനക്ക് നീ കൂടുതൽ സംശയം ചോദിക്കണ്ട. കഴിഞ്ഞ മാസം ആ ദാസന്റെ സ്ഥലമില്ലേ, ആ ട്രാൻസ്ഫോമറിന്റെ അംഗീവസ്ഥ കിടക്കണത്, അത് ഞാനല്ലേ വിറ്റു കൊടുത്തത്. പിന്നെ ആ ജോഷിയുടെ 2 വീലർ. ഒന്ന് നിർത്തിയേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സാധനം വിറ്റ് തരാമോ? എന്താ? ദാ ഈ കിടക്കണ വഞ്ചി. ഇതാ? ആ
സംഗതി കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പടിയൊക്കെ കുറച്ച് ഇളകിയിട്ടുണ്ട്. മുരിങ്ങ പിടിച്ചത് പൊളിച്ചു കളഞ്ഞപ്പോ കുറച്ച് സ്ഥലത്തൊക്കെ കെച്ചു വെച്ച് അടച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഒന്ന് നിർത്ത്. കച്ചവടം നടത്താനല്ല മൂട് കളയലേ നീ. ഒരു കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ക്ലാസ് വഞ്ചിയാണിത്. അങ്ങനെ ഇനി പറയാവൂ. വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. മത്തായി 15:18-19 വാക്യങ്ങൾ. ഇതിന് നീ എന്താ വില പ്രതീക്ഷിക്കണത്? എടാ സത്യം പറഞ്ഞ സത്യം മാത്രമേ പറയാവൂ. എടാ ഞാൻ പറയട്ടെ, ആ ഇത് എന്നൊരാള് പറ്റിച്ചതാടാ. 15,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാ. ഇതിന് 15,000 രൂപയാ? അതെ. 15,000 രൂപയ്ക്ക് നിനക്കിത് വിറ്റ അവനെ സമ്മതിക്കണം. എന്നിട്ടിപ്പ എത്രയ്ക്ക് വിൽക്കാനാ? എത്ര കിട്ടും? ഞാൻ നോക്കിയിട്ട് ഇതിനൊരു 5,000 രൂപയെ കാണുന്നുള്ളൂ. അത്ര കിട്ടുള്ളൂ? ആ. അയ്യോ. ആ നോക്കട്ടെ, ഒരു 7 രൂപ ഞാൻ വാങ്ങിച്ചു തരാം. വളരെ ഉപകാരമാടാ. ആ ശരി. ഓ, ഇത് ഇത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഇത്രയ്ക്ക് കെച്ചു വെച്ച് നാശമാക്കിയത് ഞാൻ അറിഞ്ഞില്ല. പടി അമരൊന്നും കുഴപ്പമില്ല, കാഴ്ചക്ക് അത്ര കുഴപ്പമൊന്നും തോന്നണില്ല. അത് ശരിയാ. കുറച്ചു ദിവസം വെള്ളത്തിൽ ഓടി കഴിയുമ്പോ കെച്ചു വെച്ചതൊക്കെ അടർന്നു പോകും. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ആ, ഇത് ഇത്രയ്ക്ക് വില കുറച്ചപ്പോ ഞാനത് ആലോചിക്കേണ്ടതായിരുന്നു. ആ, അത് സാരമില്ല, നമ്മളത് വാങ്ങിച്ചൊന്നുമില്ലല്ലോ. ഹെ, എന്നാലും നീ ഇവിടം വരെ ബുദ്ധിമുട്ടി വന്നിട്ട്. ഓ, അതാണോ കാര്യം? എന്റെ ജോയി, എന്റെ കയ്യിൽ അതിന് മാത്രം കാശൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ സെക്കൻഡ് ഹാൻഡ് നോക്കി നടക്കണത്. അല്ല, പറഞ്ഞോണം ബസ്സിന് എപ്പോഴാ? ഏയ്, അത് പറ്റില്ല. ഇവിടം വരെ വന്നിട്ട് എന്റെ വീട്ടിൽ കയറി ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഓ, അത് പിന്നീട് ഒരിക്കൽ ആവാടാ. ഇപ്പൊ ഞാൻ പോട്ടെ. ആഗ്രഹിച്ചു വന്നിട്ട് നീ വെറും കൈയോടെ പോകേണ്ട വന്നല്ലോ. ഓ, അത് നീ വിട്ടുകളാ. നീ അന്വേഷിക്ക്, എന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഹേയ്, ഇനി നല്ല പരിചയക്കാരുടെ അടുത്തേ അന്വേഷിക്കുന്നുള്ളൂ. ആ, നീ വാ, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ വരാം. ഏതായാലും വീട്ടിലേക്ക് വിളിച്ചിട്ട് നീ വരുന്നില്ലല്ലോ. ദേ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ തീർച്ചയായിട്ടും വരും. ആ, വാ. ആ, ആ. പീറ്ററെ. ആ എന്തൊക്കെയുണ്ട് ചേട്ടാ? എവിടെ പോയിരുന്നു? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ബസ് കയറ്റിയിടാൻ വന്നതാ. ഓ, ഇപ്പൊ പോയ ബസ്സിലായിരിക്കും അല്ലേ? ആ. ആ, നിനക്ക് ലാൻഡിന്റെ വണ്ടിയുടെ ഒക്കെ മറിച്ച് കച്ചവടം ഉണ്ടെന്ന് കേട്ടു. ആ, അങ്ങനെ ആകണമെന്നൊക്കെ ഉണ്ട്. തൽക്കാലം ഈ ഇടനിലക്കാരനായി നിന്ന് കച്ചവടമൊക്കെ നടന്ന ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ. ആ, മതി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ പതിയെ പതിയെ ആയിക്കോളും. അല്ല, വണ്ടിയും ഈ സ്ഥലത്തിന്റെ ഏർപ്പാടൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ചേട്ടൻ എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി. എന്ന് കരുതി ചന്ദ്രനിന്ന് പാറക്കല്ല് വേണമെന്നും പറഞ്ഞേക്കരുത്. അതൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു വഞ്ചിയാ വേണ്ടത്. വഞ്ചിയോ? ആ. അതും ചേട്ടനോ? എനിക്കല്ലടാ, ഇപ്പൊ എന്നെ കാണാൻ വന്നില്ലേ, ആ സുഹൃത്തിന് വേണ്ടിയിട്ടാ. ഓ, അവൻ അത്യാവശ്യം പുഴയിൽ പോയി മീനൊക്കെ പിടിക്കുന്ന ആളാ. കക്ഷിക്ക് സ്വന്തമായിട്ടൊരു വഞ്ചിയില്ല. അവന് അത്യാവശ്യമായിട്ട് ഒരു വഞ്ചി വേണം. ഓ, ഇന്നൊരെണ്ണം ഞങ്ങൾ കാണാൻ പോയി. ആ മൈക്കിൾ ചേട്ടന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആ റപ്പായുടെ വഞ്ചി. എന്നിട്ട് പക്ഷെ അതങ്ങോട്ട് ശരിയായില്ല. ചേട്ടന്റെ കൂട്ടുകാരന് ഒന്നല്ല 9 വഞ്ചി ഈ പീറ്റർ ഒപ്പിച്ചു കൊടുക്കും. എന്റെ കസ്റ്റഡിയിൽ ഇപ്പൊ ഒരെണ്ണമുണ്ട്. നാളെ കാണാൻ പറ്റുമോ? അത് നാളെ എനിക്ക് പറ്റില്ലോ പീറ്ററെ. ഇപ്പൊ പറ്റുമോ? അതിപ്പോ അവൻ കൂട്ടുകാരൻ കേറിപ്പോയില്ലേ. എങ്കിൽ മറ്റന്നാളായാലോ? അത് ഇന്ന് ഞാൻ വൈകിട്ട് വളപട്ടണം പോയി കഴിഞ്ഞാ 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരെയൊക്കെ സംഗതി കയ്യിലുണ്ടാവുന്ന സംശയാട്ടാ. വേണ്ട, ഞാൻ അവന് ഇന്ന് തന്നെ വിളിച്ചു പറയാം.
നാളെ അവൻ വന്ന് കാണട്ടെ. നിന്റെ നമ്പറും കൊടുത്തേക്കാം. ആയിക്കോട്ടെ. പിന്നെ വഞ്ചി നല്ല കണ്ടീഷനാ, അതുപോലെ തന്നെ കാശും കൂടും. ഹേയ്, നല്ലതാണെങ്കിൽ കാശ് കൊടുക്കുന്നതിനെന്താ? ആ, എത്രയാ പാർട്ടി പറയുന്നത്? പാർട്ടി 20 പറയണത്. അതെ, ഞാനൊരു 16 ഒപ്പിച്ചുതരാം. എങ്കിൽ ഭാഗ്യ. ആ, നീ നിന്ന് വേണം കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. ഇനി ഇത് റെഡിയാക്കിയിട്ടേ അടുത്ത കാര്യമുള്ളൂ. എന്താ പോരെ? ചേട്ടാ കൂട്ടുകാരൻ്റെ നമ്പറും തന്നെ. ആ. 97 97 44 44 22 22 38 38 63. 63. ഓക്കെ. അല്ല അല്ല അത് നമ്മളന്ന് പോയപ്പോൾ കണ്ടതാണല്ലോ സാറേ. അല്ല, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് നോക്കാം. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. ഓക്കെ ഓക്കെ, ശരി. എടാ പീറ്ററെ, നീയും കൂടി ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ആ ദാസന്റെ കച്ചവടം നടത്തിയത്. അതെ, അതിനിപ്പോൾ എന്താ? അതിനിപ്പോൾ എന്താണെന്ന്, ആ എടാ ആ സ്ഥലം വാങ്ങിയിരിക്കുന്നതേ എൻ്റെ അളിയൻ്റെ കൂട്ടുകാരനാ. ഈ കൂട്ടുകാരൻ അളിയൻ്റെ നാട്ടുകാരനും കൂടിയാ. അതുകൊണ്ടെന്താ, കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തില്ലേ? എടാ അതിനകത്തെ ആ സ്ഥലത്തിൻ്റെ രേഖകളിലേ അതിൻ്റെ അകത്ത് ഇത്തിരി ഭംഗിക്കേടുണ്ടല്ലോ. അത് നീയും കൂടി നിന്ന് ദാസനെ കൊണ്ട് ശരിയാക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, സംഗതി വഷളാകുകയും ചെയ്യും. നീയും ദാസനും നല്ല അടിമേടിക്കും. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ അവർ വഴിയെ പറഞ്ഞോളൂ. നീ ഒന്ന് കരുതിയിരുന്നു. അത് നിന്റെയും കൂടി അറിവോടുകൂടിയാണെന്ന് അറിഞ്ഞ ബാക്കി ഞാൻ പറയുന്നില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ആ ദാസനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, എൻ്റെ ഫോൺ ഞാനിപ്പോൾ വന്ന പാർട്ടിയുടെ കാറിലായി പോയി. അല്ലേ തന്നെ ജോർജെ, എന്താണ്? എൻ്റെ അറിവോടെ ആ ആധാരത്തിൽ എന്ത് തിരിമറി നടത്താനാ ഞാൻ? പണ്ടം കണ്ടോ ആരോ എഴുതി രജിസ്റ്റർ ചെയ്ത ആധാരം. നിങ്ങളെല്ലാം വായിച്ചതുപോലെ പോലും ഞാനത് വായിച്ചിട്ടുമില്ല. എന്താ ശരിയല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വാങ്ങിക്കുന്നവരല്ലേ അതെല്ലാം നോക്കി കണ്ടെടുക്കേണ്ടത്. എടാ, എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും നീയും ദാസനും കൊടുങ്ങും. സമാധാനം പറയേണ്ടിയും വരും. അപ്പൊ നീയോ? ഞാനോ? എടാ, ഈ വിഷയത്തിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ സൈഡ് സേഫാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നോടും ദാസനോടും മാത്രം ചോദിച്ചാൽ മതി. ഞാൻ ഈ വിഷയത്തിലില്ല എന്നുള്ള രീതിയിലാണ് ഞാനിത് വരുത്തി തീർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നിന്നോട് കമ്മീഷൻ മേടിച്ച കാര്യം അതുപോലും നമ്മൾ തമ്മിൽ മാത്രമേ അറിയൂ. ഇതവർക്കറിയില്ല. ഞാൻ നിങ്ങളെയും അവരെയും തമ്മിൽ പരിചയപ്പെടുത്തി തന്ന ഒരാൾ മാത്രം. അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോട് കൂടെ ജ്ഞാനവും. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ പീറ്ററെ, നമ്മളൊരു കാര്യം ആലോചിക്കണം. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്ത് ചാടി കയറി കമ്മീഷൻ മേടിച്ചാൽ മാത്രം പോരാ. അത് എപ്പ എവിടെ എങ്ങനെ കിട്ടുന്നു എന്നും കൂടി അറിഞ്ഞിരിക്കണം. എടാ, അപ്പം ഞാൻ പോട്ടറാ. ജോസഫേട്ടാ, ആ ദിനകരനോ? എത്ര നാളായി കണ്ടിട്ട്? ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അതെ, ഇവിടെ അടുത്തെവിടെയല്ലേ ദിനകരന്റെ വീട്? അതെ,
അല്ല പറഞ്ഞോണം, ചേട്ടൻ എന്താ ഇവിടെ? അതെ, ഞാനൊരാളെ വെയിറ്റ് ചെയ്യുക. പറഞ്ഞ സമയം കഴിഞ്ഞു, പക്ഷെ ആളെ കാണുന്നില്ല. ആരാ കക്ഷി? ഒരു പീറ്ററാ. ഏ? ഓ, വല്ല വഞ്ചി വല്ലതും വാങ്ങാനാണോ? അതെ, വഞ്ചി വാങ്ങിക്കാനാണെന്ന് ദിനകരൻ എങ്ങനെ മനസ്സിലായി? ജോസഫേട്ടാ, ഈ പീറ്റർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ വഞ്ചി എന്റേതാണ്. ഓ, അതെയോ? ആ, ഇത് വലിയ അതിശയായിരിക്കുന്നല്ലോ. ഞാനും വഞ്ചിയുടെ അടുത്ത് കാത്തു നിൽക്കണായിരുന്നു. പീറ്ററിനെ കാണാതെ വെറുതെ ഇങ്ങനെ നടന്നതാ. ഓ, അപ്പോഴാണ് ജോസഫേട്ടനെ കണ്ടത്. ഇനിയിപ്പോ വാ, നമുക്ക് വഞ്ചിയുടെ അടുത്തേക്ക് പോവാം. പീറ്റർ അങ്ങോട്ട് വരട്ടെ. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല. ഞാനും വിളിച്ചിരുന്നു. ആ. ഇനി ഫോൺ വല്ലയിടത്തും വെച്ച് മറന്നുപോയായിരിക്കും. അല്ല, ചേട്ടന് വഞ്ചിയും വലയൊക്കെ ഉണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ വഞ്ചിയും വലയും ഒക്കെ പോയി. അല്ല, അപ്പൊ അപേക്ഷയൊന്നും കൊടുത്തില്ലേ? അപേക്ഷ മേടിച്ചു വെച്ചതല്ലാതെ പിന്നീട് ഒരു തീരുമാനം ഉണ്ടായില്ല. ഇത് പിന്നെ നല്ല വഞ്ചിയാന്ന് ഈ ജോയി പരിചയപ്പെടുത്തിയ പീറ്റർ പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും ആലോചിക്കണില്ല. ദിനകരന്റെ വഞ്ചിയല്ലേ? എനിക്ക് 100% വിശ്വാസമാണ്. വിശ്വസിക്കാലോ? അല്ല ചേട്ടൻ വാ. എടാ ആ പീറ്റർ വരികയാണെങ്കിലേ എന്റെ വഞ്ചിയിട്ടേക്കണ കടവിലേക്ക് വരാൻ പറയും. ആ ശരി ചേട്ടാ. ആ ചേട്ടൻ വാ. പോവാ. ഇതാരാണെന്നാവോ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണോ വഞ്ചി? അതെ, ഇതിലേതാ? ഇതാ ഈ കിടക്കണത്. ഓ, ഉം. ആ. അല്ല, അപ്പൊ പീറ്റർ പറഞ്ഞു വഞ്ചി നല്ല കണ്ടീഷനാന്ന്. വഞ്ചി കൊള്ളാം, എന്നാലും എന്നാൽ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. മത്തായി 10:26. അല്ല, ഈ പീറ്റർ എന്തൊക്കെയാ പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല ജോസഫേട്ട. വഞ്ചിയുടെ നിലവിലുള്ള അവസ്ഥ പീറ്ററിനോട് ഞാൻ പറഞ്ഞതാണ്. വലകളൊക്കെ ഇളകി കിടക്കുകയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ കെച്ച് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 5000 രൂപ കാണുന്നുള്ളൂ എന്നും ശ്രമിച്ചാൽ ഒരു 8 രൂപ വാങ്ങിത്തരാമെന്നും പീറ്ററാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ഇത്രയും നല്ലൊരു വഞ്ചി ചേട്ടൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല എന്നാ. കച്ചവടം നടക്കാനായിരിക്കും. പാർട്ടി 20,000 പറയുന്നു, ഞാനത് 15നോ 16നോ വാങ്ങിത്തരാമെന്ന്. എൻ്റെ ജോസഫേട്ട, ഇതൊന്നും എനിക്കറിയില്ല. ചേട്ടാ, ചേട്ടനല്ല വേറെ ആരാണെങ്കിലും 15നും 16നും ഒന്നും എൻ്റെ അറിവില്ല. ഞാനിത് വിൽക്കാൻ കൂട്ടു നിൽക്കില്ല. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21:6. അതെ, ആള് വന്നല്ല. ഇതാണോ പീറ്റർ? ആ നിങ്ങൾ തമ്മിൽ നേരെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല, ഫോണിലല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ആ, എനിക്ക് വാ. ആ, എന്റെ പീറ്ററെ, ഈ ജോസഫേട്ടനുണ്ടല്ല എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഞങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ പീറ്ററെ, ബിസിനസ് ആയാലും എന്ത് ജോലി ആയാലും നേര് പറഞ്ഞിട്ടുള്ള ബിസിനസ്സും നേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമേ നിലനിൽക്കും. അല്ലാത്തതെല്ലാം താൽക്കാലികമാണ്. പീറ്ററേ, എന്തൊക്കെയുണ്ടാ? ഓ സുഖം.
മേഴ്സി, ഇത് ജോർജ്, എൻ്റെ ഭാര്യ. എടാ, അന്ന് ആ സ്ഥലത്തിന്റെ കുഴപ്പം ദാസൻ കൃത്യമായിട്ട് ശരിയാക്കി തന്നു. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാഞ്ഞിട്ട് പോലും ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നീ ക്ഷമിക്കടാ. ആ വിഷയത്തിൻ്റെ പേരിൽ ഞാൻ ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്തു എന്നുള്ള നേരാണ്. പക്ഷേ അതുകൊണ്ടൊരു കാര്യം എനിക്ക് മനസ്സിലായി. എത്രയൊക്കെ ബുദ്ധിമുണ്ടായാലും ചങ്കുറപ്പുണ്ടായാലും ചെയ്യുന്ന ജോലി അത് എന്തായാലും ശരി 100% സത്യസന്ധമായിരിക്കണം. അതല്ലേ നീ ഉദ്ദേശിച്ചത്? ആ, അതേ പീറ്ററെ. ഇപ്പോ നിന്നെ പോലെ തന്നെ ഞാനും ശരിയുടെ വഴിയില്ല. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.